ശബരിമല യുവതീ പ്രവേശന സത്യവാങ്മൂലത്തിൽ ഒളിച്ചുകളി തുടർന്ന് സർക്കാർ. സത്യവാങ്മൂലം സംബന്ധിച്ച നിലപാട് പരിശോധിക്കേണ്ടതായി വന്നിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജികൾ നിലനിൽക്കുമോ എന്നു മാത്രമാണ് കോടതി നിലവിൽ പരിഗണിക്കുന്നത്. യുവതീ പ്രവേശന വിധിക്ക് അടിസ്ഥാനമായ സർക്കാരിന്റെ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി വി.എൻ. വാസവൻ. സത്യവാങ്മൂലം പുനഃപരിശോധിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടുത്തിടെ സൂചന നൽകിയിരുന്നു. വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, സർക്കാർ സ്പോൺസേഡ് അയ്യപ്പ ഭക്ത സംഗമം എന്ന ആശയം വന്നപ്പോൾ മുതൽ തന്നെ സർക്കാരിനെതിരെ ഉയരുന്ന ചോദ്യമായിരുന്നു യുവതീ പ്രവേശന വിഷയത്തിലുള്ള സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുമോ എന്നുള്ളത്. നിലവിലിപ്പോൾ അതേ ഒളിച്ചുകളി തുടരുന്ന ഒരു സർക്കാരിനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്, സഭയിലടക്കമല്ലേ? തീർച്ചയായിട്ടും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോകുന്ന സർക്കാർ ഭക്തർക്കൊപ്പം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ ശബരിമലയിലെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് 2011-16 കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഈ സ്ത്രീ പ്രവേശനം അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനം അത് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. ആ സത്യവാങ്മൂലം തിരുത്തുമെന്ന് ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ പല ഘട്ടങ്ങളിൽ ആവർത്തിക്കെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ അത് തിരുത്തുവാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ന് നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യം, അത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നു. ആ സത്യവാങ്മൂലം ഇപ്പോൾ തിരുത്തേണ്ട സാഹചര്യമില്ല എന്നതാണ് സർക്കാർ ഇപ്പോൾ സഭയെ തന്നെ അറിയിച്ചിരിക്കുന്നത്, ദേവസ്വം മന്ത്രി സഭയെ അറിയിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ശബരിമല യുവതീ പ്രവേശന സംബന്ധിച്ച് 2011-16 സർക്കാർ നൽകിയ സത്യവാങ്മൂലം 2016-21 സർക്കാർ തിരുത്തി നൽകിയിട്ടുണ്ടോ എങ്കിൽ അത് വ്യക്തമാക്കാമോ എന്നതാണ് ചോദ്യം. പക്ഷേ അതിൽ ഒളിച്ചുകളിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് 2011-16 കാലയളവിലെ സർക്കാർ നൽകിയ അഡീഷണൽ സത്യവാങ്മൂലം മുൻ സർക്കാർ തിരുത്തി നൽകിയിട്ടില്ല എന്നതാണ് പറയുന്നത്. ഒപ്പം തന്നെ അടുത്ത ചോദ്യം ഇത്തരത്തിൽ: ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് അടിസ്ഥാനമായ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകുമോ, ഇല്ലെങ്കിൽ കാരണം വിശദമാക്കാമോ എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടുത്ത ചോദ്യം. പക്ഷേ അതിൽ സർക്കാർ വീണ്ടും ഒളിച്ചു കളിക്കുകയാണ്. സർക്കാർ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്: ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ നിലവിൽ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണ്. പുനഃപരിശോധനാ ഹർജികൾ നിലനിൽക്കുമോ എന്ന വിഷയം മാത്രമേ കോടതി പരിഗണിച്ചിട്ടുള്ളൂ. തുടർ നടപടികൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട് പരിശോധിക്കേണ്ടതായി വന്നിട്ടില്ല. അവിടെയാണ് സർക്കാരിന്റെ ഒളിച്ചുകളി. ആ സെന്റൻസ് നമുക്ക് ഒന്നും കൂടി പ്രേക്ഷകരുടെ മുന്നിൽ പറയേണ്ടതുണ്ട്. കാരണം തുടർ നടപടികൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട് പരിശോധിക്കേണ്ടതായി വന്നിട്ടില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അത് സഭയിൽ തന്നെ രേഖാമൂലം വ്യക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോഴും സർക്കാർ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് സത്യവാങ്മൂലം സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ആ സത്യവാങ്മൂലം ഇപ്പോഴും പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്നത് തന്നെയാണ് സർക്കാർ കാണിക്കുന്നത്. അപ്പോഴും ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് സ്ത്രീ പ്രവേശനം ശബരിമലയിൽ യാഥാർത്ഥ്യമാകട്ടെ, ഒപ്പം തന്നെ ശബരിമലയിൽ ഏറ്റവും ആചാര ലംഘനങ്ങൾ നടക്കട്ടെ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോഴുമുള്ളത് എന്നതാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തിക്കൊണ്ട് എന്ത് ആചാര സംരക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഉയർന്നു വന്ന ഒരു ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, അത് സർക്കാരിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. ഒപ്പം തന്നെ സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാർ സാമ്പത്തിക ലക്ഷ്യവും കൂടി മുന്നോട്ട് വയ്ക്കുന്നു. അതിനാണ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് എന്ന നിലപാടാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും ആ നിലപാട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് സർക്കാർ ഈ ഹർജി പുനഃപരിശോധിക്കില്ല, സർക്കാർ നൽകിയ സത്യവാങ്മൂലം പുനഃപരിശോധിക്കില്ല എന്ന നിലപാട് നിയമസഭയിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഇതിലൂടെ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഒത്തുകളിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭയിൽ തന്നെ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി സർക്കാരിന് ഒളിച്ചു കളിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം.
കാര്യം. രോഹിണി. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.